ഇപ്പം എന്താ ഓട്ടോ എന്തെങ്കിലും കിട്ടണ്ടേ? പുരാജുണ്ട്. ഹലോ ഗായ്സ്, നമ്മളിന്ന് സാരി നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അമ്മയ്ക്കും ആർക്കും ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിന്ന് കോഴിക്കോടേക്ക് പോവാണ്. അച്ഛമ്മ അവിടെ വഴിയിൽ ഒന്ന് പിടിക്കോ. അച്ഛൻ വന്ന് ഡൈയിങ്ങിന് കൊടുക്കാൻ. അത് മതി. അച്ഛമ്മ വഴിയിൽ കാത്തു വെക്കും കേട്ടോ. അപ്പോൾ അച്ഛമ്മേനെ വഴിയിൽ നിന്ന് കൂട്ടും. ഞങ്ങൾ മൂന്നാളും കൂടെയാണ് പോകുന്നത്. ഇവർക്ക് അമ്മമ്മയ്ക്കുള്ള സാരി നമ്മൾ തന്നെയാണ് സാധാരണ എപ്പോഴും എടുക്കാറുള്ളത്. നമ്മളെടുക്കുന്ന അമ്മമ്മയ്ക്ക് ഓക്കെയാണ്. നമ്മൾ ഇനി നമുക്ക് ടൈമില്ലല്ലോ. അപ്പോൾ ഇന്ന് അമ്മ ലീവാണ്. നമുക്കത് വാങ്ങാൻ പോകാം. എവിടെയെങ്കിലും ഹോൾസെയിൽ അങ്ങനെയുള്ള ഷോപ്പിൽ പോകണമെന്നായിരിക്കണം. ലക്ഷ്മി, അഭിഷേക് അങ്ങനെ എവിടെയെങ്കിലും പോയോ? അങ്ങോട്ട് പോയോ? അങ്ങനെ ഇതാ നമ്മളെ കുരാച്ചന ടൗണിൽ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ നേരെ കോഴിക്കോടേക്കാണ് കേട്ടോ. ബാലുശ്ശേരിയിൽ നിന്ന് അച്ചമ്മ കയറും. അങ്ങനെയാണ് നമ്മൾ പോണത്. അതാ അവർ രണ്ടാളും അവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറോളം നമ്മൾ അവിടെ നിന്ന് ടൗണിലേക്ക് യാത്ര. നമ്മളൊരു 12 മണി ആ ഒരു സമയത്തായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ എത്തുമ്പോഴത്തേക്കും വിശന്നിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് കഴിച്ചു. കാരണം ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങളിതാ നമ്മൾ അഭിഷേകിലേക്കാണ് കേട്ടോ പോണത്. നമ്മൾ അവിടെ നിന്ന് അതിന് മുന്നേ എടുത്തിട്ടുണ്ട്. എൻ്റെ ഷൂട്ടുള്ള സാരീസൊക്കെ ഞാൻ അവിടെ നിന്നാണ് എടുക്കാറുള്ളത്. നല്ല അടിപൊളി കളക്ഷനുമാണ്. ഒരു പ്രീമിയം ക്വാളിറ്റി ആ ഒരു ഇതിൽ കിട്ടുകയും ചെയ്യും. ഒരു എന്താ പറയുക, ഒരു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്കത് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ നേരെ അഭിഷേകിലേക്ക്. ഇവിടെ ഇരിക്കുക അവിടെ ഇരുന്നു. ഫസ്റ്റ് നമ്മൾ അമ്മമ്മയ്ക്കും അച്ഛമ്മയ്ക്കുമുള്ള സാരീസാണ് കേട്ടോ നോക്കണത്. ഇതാണ് നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ സെറ്റാക്കി നല്ല കളക്ഷൻസ് ആട്ടോ. ഒന്നിനൊന്നിന് മെച്ചാണ് ഓരോന്ന് പറയണത്. അവർക്ക് ഓൾമോസ്റ്റ് ഈ ഒരു കളർ ചേഞ്ചിൽ സെയിം പാറ്റേൺ അല്ല എന്നിട്ട് നമ്മളത് സെലക്ട് ചെയ്തു. അമ്മയ്ക്ക് ഇത് ഇഷ്ടമായിരുന്നു, പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് എടുക്കാന്നുള്ള രീതിയിൽ തന്നെ അത് നിന്ന്. അതൊരു വെഡ്ഡിങ് സാരിയിൽ വരുന്ന ടൈപ്പുള്ള സാരി ആയിരുന്നു. പിന്നെ നമുക്ക് അമ്മയ്ക്ക് നെറ്റിൻ്റെ സാരി ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും അമ്മ നെറ്റിൻ്റെ സാരി ഉടുക്കുന്നത് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അതവിടെ വെച്ചു. നമുക്ക് നെറ്റിൻ്റെ സാരി വേറെ ഇവിടെ നമുക്ക് നെറ്റിൻ്റെ സാരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പുറത്ത് നോക്കിയിട്ട് വന്നിട്ട് ഇത് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് നമ്മളവിടെ മാറ്റി വെച്ചു കേട്ടോ. അതൊരു എന്താ പറയുക, അത് അട്ടാറ് സാരി ആയിരുന്നു. പക്ഷേ വെഡ്ഡിങ് ടൈപ്പിലുള്ള സാരിയാണ്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് അമ്മ എന്തായാലും ആ ടൈപ്പ് സാരി ഉടുക്കണമല്ലോ. അപ്പോൾ ഇതൊരു റിസപ്ഷൻ മോഡൽ ആയതുകൊണ്ട് നമുക്ക് നെറ്റിൻ്റെ സാരി അമ്മയ്ക്ക് ഇപ്പോൾ ഉടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് വരാമെന്നുള്ള രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അമ്മമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ഉള്ള സാരി വാങ്ങിയിട്ട് പിന്നെ അമ്മയ്ക്ക് അവിടെ ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നെറ്റിൻ്റെ ടൈപ്പ് സാരി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോവുകയാണ് കേട്ടോ. നല്ല വെയിലാണ്. അവിടെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫാഷൻ ബസാറിലേക്കാണ് കേട്ടോ. അവിടെ ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് കസവ കേന്ദ്രയിലേക്ക് പോകാമെന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണമാണല്ലോ. അമ്മയ്ക്ക് നെറ്റിൻ്റെ സാരി നോക്കാൻ വന്നു.
അങ്ങനെ ഇതാ നമ്മൾ നെറ്റിൻ്റെ സാരി വാങ്ങാൻ വന്നിട്ട് നമ്മൾ ഓർഗാൻസ സാരിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല ഹെവി ലുക്കാണ്. പക്ഷെ അത്യാവശ്യം നമുക്ക് റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ആ ഒരു സാധനം കിട്ടണമെന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചുള്ളൂ. നമ്മളതിൻ്റെ വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. കാരണം അമ്മേൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമാണ് എൻ്റെ കല്യാണത്തിന് അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഫംഗ്ഷന് ഇതുപോലെയുള്ള സാരി എടുക്കണം എന്നുള്ളത്. അപ്പം അല്ലാണ്ട് അമ്മ ഉടുക്കാറുണ്ട്, പക്ഷേ ഈ ഹെവി ടൈപ്പിൽ വരണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ, എനിക്കും അച്ഛനും ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഈ ഒരു റോസ് സാരി എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ഒപ്പം തന്നെ ഇതാ ഇപ്പുറത്ത് ഒരു ബ്ലൂ കളർ സാരിയും കൂടി ഉണ്ടായിരുന്നു, അതും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലാസ്റ്റ് കൺഫ്യൂഷനായി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. അങ്ങനെ രണ്ടും ട്രയൽ ചെയ്ത് നോക്കുന്ന സമയത്ത് അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് അമ്മേൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ. പക്ഷെ ആള് ഭയങ്കര സപ്പോർട്ടാണ്, എന്തിനും സപ്പോർട്ടാണ്, ഒന്നിനും കൂടെ വരും, അങ്ങനെ ഒരാളാണ്. അങ്ങനെ ഇതാ അവിടെ നമ്മൾ രണ്ടും കളക്ട് ചെയ്തു കേട്ടോ. ഇനി അത് അച്ഛനോട് ചോദിച്ചിട്ട് അതിൽ ഏത് കൊടുക്കണമെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് നമ്മളത് രണ്ടും കളക്ട് ചെയ്തിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അതായിരുന്നു നല്ല ഇതായിരുന്നു നല്ലതെന്നിങ്ങനെ മനസ്സിൽ കിടക്കുമല്ലോ. അതുകൊണ്ട് രണ്ടും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഇതാ ഈ ഷോപ്പിലുള്ളവരെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞാൻ വ്ലോഗ് എടുക്കാന്ന് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര അങ്ങനെ ഗൈസ് നമ്മളിവിടുന്ന് നെറ്റിൻ്റെ സാരി വാങ്ങി. അമ്മമ്മയ്ക്കും അച്ഛമ്മയ്ക്കുള്ള നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. നമ്മളെ പർച്ചേസിങ് ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മായിമ്മ വരുമ്പോഴും കത്തേരി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടുന്ന് നേരെ പോണത് ബാലുശ്ശേരിക്കാണ് കേട്ടോ. അവിടുന്ന് നമുക്ക് കുറച്ച് ഫാൻസി സാധനങ്ങളും കാര്യങ്ങളും വാങ്ങിക്കാനുണ്ട്. അതിനുശേഷം ഞാൻ പോണത് അച്ചൂട്ടീൻ്റെ വീട്ടിലേക്ക്, സിസ്റ്ററുടെ വീട്ടിലേക്കാണ് കേട്ടോ. എനിക്ക് നാളെയാണ് പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ട് വരുന്നത്. എനിക്കൊരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കും എനിക്ക് വടകര സാൻഡ് ബാഗിലേക്ക് എത്തണം. അപ്പം അവിടുന്ന് ഇനിയിപ്പോൾ കുരാച്ചുണ്ടെന്ന് വീട്ടിൽ നിന്ന് നമ്മളത് വരുന്ന സമയത്ത് ഒരുപാട് നേരത്തെ ഇറങ്ങണം, ഒരു 3 മണി ആ ഒരു ടൈം ആകുമ്പോൾ ഇറങ്ങണം. അപ്പം ബാലുശ്ശേരിയിൽ നിന്ന് ജസ്റ്റ് ഏട്ടൻ വന്ന് നമ്മളെ കൂട്ടും. ഞാനും സിസ്റ്ററും കൂടെയാണ് പോണത്, ഏട്ടനും കൂടെയാണ് പോണത്. അപ്പോൾ നമ്മൾ നേരെ ഒറിക്സിലേക്ക് വന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്തു കേട്ടോ. അതിനുശേഷം ഇതാ നമ്മൾ നേരെ അച്ചൂട്ടിൻ്റെ വീട്ടിലേക്കാണ്. അമ്മ വീട്ടിലേക്ക് ഇവിടെ ഫ്ലാറ്റിലേക്ക് പോന്നിട്ടുണ്ട് തിരിച്ച് സാധനമൊക്കെ എടുത്തിട്ട്. അച്ഛമ്മ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ടും പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കുട്ടി വീഡിയോ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ.